Hi guys, good morning. This is Suraj, founder and CEO of T+1. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറന്റ് 3 സെഷനാണ് കഴിഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള ബേസിക്സ് മുതൽ അഡ്വാൻസ് ഉള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു സെഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെഷനകത്ത് ടെക്നിക്കൽ അനാലിസിസ് ആയിരുന്നു നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, ചാർട്ട് എങ്ങനെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയ ടെക്നിക്കൽ അനാലിസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സെഷനകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തേർഡ് സെഷൻ നോക്കുകയാണെങ്കിൽ അത് ഇന്നലെ ആയിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തേർഡ് സെഷനകത്ത് ബേസിക്കലി എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യണം, പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്ത് എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവണം എന്നുള്ള കാര്യവും നമ്മൾ ഇന്നലത്തെ സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷന്റെ ബേസിക് അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ലൈവ് മാർക്കറ്റിനകത്ത് എങ്ങനെ ട്രേഡ് എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം അധികം കളയണ്ട, കാരണം ഓൾറെഡി തന്നെ 9:46 ആയിട്ടുണ്ട്. നമുക്ക് ട്രേഡ്സിലോട്ട് പോവാം. അപ്പോ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്റെ സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ എന്റെ സൗണ്ട്, അതുപോലെ തന്നെ എന്റെ ഫേസ്, അതുപോലെ എന്റെ സ്ക്രീന്, ഇതെല്ലാം പക്കയായിട്ട് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മി എ തംബ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് പറയുക. ചാറ്റ് ബോക്സിനകത്ത് നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്ലാസ്സിന് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതും ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കുക. അതിപ്പോ ഈ ഒരു സെഷൻ മാത്രമല്ല, പ്രീവിയസ് സെഷൻസിനകത്തും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് ഇനിഷ്യലി നിഫ്റ്റി നോക്കാം. നിഫ്റ്റി ഇപ്പോൾ നിലവില് ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത്. ലെറ്റ്സ് സീ, നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,355 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്കകത്ത് ഒരു എൻട്രി ഉണ്ട്. ഓൾറെഡി ആ ഒരു റേഞ്ചിന് നിയറസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ നമുക്ക് ഏറ്റവും തൊട്ടടുത്തുള്ള അഡ്ഡമണി പുട്ട് ഓപ്ഷൻ തന്നെ പ്രിഫർ ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാണ്. ലെറ്റ്സ് ഡിലീറ്റ് ഓൾ ദിസ്. ഓക്കെ, സോ ഞാനിപ്പോ നിഫ്റ്റിയുടെ 25,400 പുട്ട് ഓപ്ഷൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 132 റേഞ്ചിലാണ്. സോ മാർക്കറ്റ് ഒന്ന് ഫോൾ ആയിട്ടുണ്ട്. ലെറ്റ്സ് സീ, നമുക്ക് വെയിറ്റ് ചെയ്യാം തിരിച്ചൊരു പുഷ് ബാക്ക് വരുന്നത് വരെ. മിഡ് ക്യാപ് നിഫ്റ്റി നമുക്ക് നോക്കാം. മിഡ് ക്യാപ് നിഫ്റ്റി നമ്മുടെ വാല്യൂ ഏരിയ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് ഓൾസോ. ഓക്കെ, നിലവിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കകത്താണ് കറന്റ് ഒരു എൻട്രി പോയിന്റ് ഉള്ളത്. ലെറ്റ്സ് സീ. ഓക്കെ, ഈ ടൂൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നും അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ലാസ്റ്റ് സെഷനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിഫ്റ്റി കയറി പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി ഡൗൺ സൈഡ് തന്നെയാണ്. ഞാൻ 60,900 പുട്ട് ഓപ്ഷനാണ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. 60,900 പുട്ട് ഓപ്ഷൻ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 734 റേഞ്ചിലാണ്. സോ ലെറ്റ്സ് സീ അബൌട്ട് ഇറ്റ്. ഓക്കെ, നിലവില് 60,807 ബിലോ പോയാലും നമുക്ക് എൻട്രി ഉള്ളത്. ഇപ്പൊ കറന്റ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 60,827 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. സോ ലെറ്റ്സ് സീ, എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എവരിവൺ പ്ലീസ് ബി അവെയർ അബൌട്ട് ഇറ്റ്. അപ്പോ ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ, അതായത് 60,900 പുട്ട് ഓപ്ഷൻ നമുക്ക് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി ലെവൽ വന്നിട്ടുണ്ട് 740. ഓക്കെ, അറൗണ്ട് 3 പോയിന്റ്സ്. ഓക്കെ, 743 എബോ നമുക്ക് എൻട്രി എടുക്കാം. 743 എബോ ആണ് എൻട്രി. ടാർഗറ്റ് നമുക്കറിയാം, ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് 10 പോയിന്റ് ആണ്. സോ
53 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 100 പോയിന്റ്സ് ആണ്. ഇപ്പൊ 100 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 843 സെക്കൻഡ് ടാർഗറ്റ് വരുന്നത്. തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 943 അതായത് 1:2 റേഷ്യോയിലാണ് നമ്മുടെ തേർഡ് ടാർഗറ്റ് ഇടുന്നത്. SL ഇടുന്നതും 100 പോയിന്റ്സ് ആണ്, അതായത് 643 സോ ഓക്കെ, നമ്മുടെ എൻട്രി ആക്റ്റീവായി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലൈവിൽ ഉള്ളവർക്ക് മാത്രമേ ഈ എൻട്രി കിട്ടിയിട്ടുണ്ടാവുള്ളൂ, ബാക്കി ആർക്കും എൻട്രി കിട്ടിയിട്ടുണ്ടാവില്ല. സോ എനിവേസ് നോ ഇഷ്യൂ, നമ്മൾ ഓൾറെഡി ലൈവിന്റെ കാര്യം പറഞ്ഞതാണ്, എല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്ന്. ഓക്കെ, ഇത് മേ ബി ലൈവിൽ ഉള്ളവർക്കും കുറച്ച് പേർക്ക് മിസ്സായി പോയിട്ടുണ്ടാവും. ഡോണ്ട് വെറി, നമുക്ക് അടുത്ത ട്രേഡ്സ് നോക്കാം. ഓക്കെ, അത് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ട് തിരിച്ച് കയറുന്നുണ്ട്. ലെറ്റ്സ് സി. ഓക്കെ, നിഫ്റ്റിയും ചെറിയ റിട്രോസ്മെന്റ് എടുത്തിട്ടുണ്ട്. സോ നമുക്കൊരു ഫ്രഷ് എൻട്രിക്കുള്ള പോസിബിലിറ്റി നോക്കാം. നിഫ്റ്റിക്കകത്ത് ഒരു ഫ്രഷ് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. ലെറ്റ്സ് സി. 25,337 റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ്. അപ്പോ ഓക്കെ, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മളൊരു എൻട്രി റേഞ്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി പ്രൈസും കറണ്ട് മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ ഞാനിപ്പോ 25,350 25,337 തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഞാൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 25,350 മൈനസ് 25,337, സോ 13 ഡിഫറൻസ് ഉള്ളത്. സോ ഈ 13 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. 6.5 എന്ന് പറയുന്ന ഒരു നമ്പറാണ് കിട്ടിയത്. സോ ഞാനത് റൗണ്ട് ചെയ്ത് 7 ആക്കി എടുക്കുവാണ്. സോ 133 + 7 എന്നുള്ള ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് എൻട്രി വരുന്നത്. ഓക്കെ, 133 + 7 നോക്കുകയാണെങ്കിൽ ഓക്കെ 140 നമ്മുടെ എൻട്രി പ്രൈസ് വരുന്നത്. സോ ഫസ്റ്റ് TP നമുക്ക് 150 ഇടാം, ബാക്കിയുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട് നിഫ്റ്റിയുടേത്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, മിഡ് ക്യാപ് നിഫ്റ്റി ഫർദർ അത്യാവശ്യം നല്ല ഡൗൺ സൈഡിലോട്ട് പോകുന്നുണ്ട്. ലെറ്റ്സ് സി. മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് ഒരു റിട്രേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ഒരു എൻട്രി പ്രിഫർ ചെയ്യാം. കാരണം മിഡ് ക്യാപ് നിഫ്റ്റി അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഇൻട്രാഡേയിൽ വരുന്ന ഒരു ഇൻഡെക്സ് ആണ്. നിഫ്റ്റി ഓൾറെഡി ഒരു 160 പോയിന്റോളം ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ലെറ്റ്സ് സി. നിഫ്റ്റിയുടെ എൻട്രി കിട്ടാത്തവർ GTT ഓർഡർ ഇട്ട് വേണമെങ്കിൽ വെച്ചോളൂ, അത് റീ എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 140 റേഞ്ച് വീണ്ടും എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സി. മിഡ് ക്യാപ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മിഡ് ക്യാപ് നിഫ്റ്റി ചെക്ക് അഗെയിൻ. ഓക്കെ, ഓൾറെഡി നമ്മുടെ റേഞ്ച് ബ്രേക്ക് ആയാണ് നിൽക്കുന്നത് മിഡ് ക്യാപ് നിഫ്റ്റിയുടേത്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൂഗിൾ ഒബിയസ്ലി അത് നല്ല ഫാസ്റ്റ് ആയിട്ടായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ഫിൻനിഫ്റ്റി കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫിൻനിഫ്റ്റി എന്താണ് അവസ്ഥയെന്ന്. ഓക്കെ, ഫിൻനിഫ്റ്റിക്കകത്തും ഒരു എൻട്രിക്കുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, ഫിൻനിഫ്റ്റിക്കകത്ത് ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലിക്വിഡിറ്റി പ്രോബ്ലം കടപ്പുണ്ട്. അത് ആക്ച്വലി ഇന്നലെയും നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് മാർക്കറ്റിനകത്ത് അത്യാവശ്യം നല്ലൊരു മൂവ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ.
ഓക്കെ. നിഫ്റ്റി ഇട്ടത് മാറിപ്പോയി. ഞാനത് അപ്ഡേറ്റ് ചെയ്യാവുന്നതെന്ന്. ഓക്കെ, നോ ഇഷ്യൂ. അപ്പൊ ആരും എടുത്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈവിലുള്ളവർക്ക് മാത്രമേ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. സോ ഒബിയസ്ലി ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, ഫിൻനിഫ്റ്റി നോക്കാം. ഓക്കെ, ഫിൻനിഫ്റ്റിയുടെ 28,100 പുട്ട് ഓപ്ഷനിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ കറന്റ്ലി 28,100 റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 28,075 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാലാണ് നമുക്ക് എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ അതായത് നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് അറൌണ്ട് 25 പോയിന്റ്സ് ആണ് നമുക്ക് എൻട്രിയിലേക്കുള്ളത്. സോ 25/2 എന്ന് പറയുന്ന സമയത്ത് അറൌണ്ട് ഓക്കെ, വീണ്ടും മാർക്കറ്റ് ഫർദർ താഴോട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അറൌണ്ട് കറക്റ്റ് ഒരു 20 പോയിന്റ് അടുപ്പിച്ചാണ്. സോ ഇവിടെ ഒരു 10 പോയിന്റ് ഡിഫറൻസ് വന്നാൽ മതി. സോ ലിക്വിഡിറ്റി കൺസേൺസ് കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 396 എബോ ആണ് നമുക്ക് എൻട്രി വരുന്നത്. സോ ലെറ്റ്സ് സീ. സോ 396 എബോ ആണ് നമുക്ക് എൻട്രി വരുന്നത്. 406 ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ഇടുന്നു. ലെറ്റ്സ് സീ വി ക്യാൻ അപ്ഡേറ്റ് ലെറ്റർ റിമൈനിങ് ആയിട്ടുള്ളത്. സോ നിഫ്റ്റി വീണ്ടും നമ്മുടെ എൻട്രി പ്രൈസിൽ വന്നിട്ടുണ്ട്. സോ ഓക്കെ, ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തില്ല. ലെറ്റ് മീ അപ്ഡേറ്റ് ഓൾസോ. ഓക്കെ, സോ ഇനി നമുക്കുള്ളത് മിഡ് ക്യാപ് നിഫ്റ്റിയാണ്. ഓക്കെ, മിഡ് ക്യാപ് നിഫ്റ്റി നമുക്ക് ഒരു പോസിബിലിറ്റി തരാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. എനിക്ക് തോന്നുന്നത് നിഫ്റ്റിക്കകത്ത് ചെറിയ റീട്രേസ്മെന്റ് വന്ന സമയത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ബട്ട് അത് അഗ്രസീവായിട്ട് വീണ്ടും താഴോട്ട് തന്നെ പോയി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് കറണ്ട് മാർക്കറ്റ് പ്രൈസിനകത്ത് ഒരു എൻട്രി നോക്കാം. പക്ഷേ ലെറ്റ് മീ ചെക്ക് ദ ലിക്വിഡിറ്റി. ഓക്കെ, കുറച്ച് ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ടോന്ന് തോന്നുന്നു. എന്തായാലും വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് തന്നെ എൻട്രി എടുക്കാം. ചടിക്കയറി എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, നമ്മുടെ ഫിൻനിഫ്റ്റിയുടെ എൻട്രി ഓൾസോ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫിൻനിഫ്റ്റിയുടെ എൻട്രി ഓൾസോ ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ ഇന്നിപ്പോഴത്തെ എല്ലാ എൻട്രി ആക്റ്റീവ് ആണ്. അതിനകത്ത് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി നമ്മുടെ എൻട്രി പ്രൈസിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഫിൻനിഫ്റ്റി ഓൾസോ നമ്മുടെ എൻട്രി പ്രൈസിൽ നിൽക്കുവാണ്. ഫിൻനിഫ്റ്റിക്കകത്ത് ചെറിയ ഇഷ്യൂ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട്. സോ ഫിൻനിഫ്റ്റി എൻട്രി എടുക്കുന്നവര് ബി കോഷ്യസ് അബൌട്ട് ഇറ്റ്. കുറച്ച് ലിക്വിഡിറ്റി ഇഷ്യൂസ് ഫിൻനിഫ്റ്റിക്കകത്ത് ഉണ്ട്. മീൻവെൽ നമുക്ക് നിഫ്റ്റി ആൻഡ് ഫിൻനിഫ്റ്റിയുടെ ഫർദർ ടാർഗറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാം. സോ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിക്കകത്ത് ഞാൻ ലൈക്ക് സെക്കൻഡ് ടാർഗറ്റ് ഇടുന്നത് 40 പോയിന്റ്, ഫൈനൽ ടാർഗറ്റ് ഇടുന്നത് 80 പോയിന്റുമാണ്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 180 ആണ്. ആൻഡ് ഫൈനൽ ടാർഗറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 ആണ്. സോ ഞാനിവിടെ എസ് എൽ ഇടുന്നത് 40 പോയിന്റ് ആണ്. അപ്പോൾ നമ്മുടെ എസ് എൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ് നമ്മുടെ എസ് എൽ വരുന്നത്. സോ ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, നിഫ്റ്റി 145 വരെ ഹൈ പോയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിവേസ് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ്ലി ഒരു സെല്ലിംഗ് പ്രൈസ് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പൊ കറന്റ് നിൽക്കുന്ന പ്രൈസിൽ നിന്ന് ഒരു 10 പോയിന്റ് കൂടെ നിഫ്റ്റി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആവും. ഓക്കെ, ഫിൻനിഫ്റ്റി ഓൾസോ ലെറ്റ്സ് അപ്ഡേറ്റ്.
ഓക്കെ, ഫിനിഫ്റ്റിക്കകത്ത് ഞാൻ സെക്കൻഡ് ടാർഗറ്റ് ഇടാൻ പോകുന്നത് 45 പോയിന്റ്സ് ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലെറ്റ് മീ കാൽക്കുലേറ്റ് 396 പ്ലസ് 45 നോക്കുകയാണെങ്കിൽ 441 എന്റെ സെക്കൻഡ് ടാർഗറ്റ് വരുന്നത്. അതിന്റെ ഫൈനൽ ടാർഗറ്റ് വരുന്നത് 486 ഞാൻ 90 പോയിന്റ് ആണ് ഫൈനൽ ടാർഗറ്റ് ഇടുന്നത്. 486 നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. സോ നമ്മുടെ SL വരുന്നത് 45 പോയിന്റ്സ് ആണ്. 351 നമ്മുടെ SL വരുന്നത്. സോ ഞാൻ എന്തുകൊണ്ടാണ് ഈ റേഞ്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ പലരും ഞാൻ ഈ SL ബാക്കി ടാർഗറ്റ്സും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്നോട് ഫ്രീക്വന്റ്ലി ചോദിക്കാറുണ്ട്, ലൈക്ക് എത്രയാണ് ടാർഗറ്റ്, എത്രയാണ് SL എന്നുള്ളത്. അപ്പോ അങ്ങനെയുള്ളവര് പ്ലീസ് ബി നോട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റിക്കകത്തും അല്ലെങ്കിൽ ബാക്കി ഇൻഡെക്സിനകത്തൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ബാക്കി SL സെറ്റ് ചെയ്തത് എന്നുള്ള, അല്ലെങ്കിൽ എത്ര പോയിന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഓക്കെ, അഗെയിൻ നിഫ്റ്റി 403 ഹൈ പോയിട്ടുണ്ട്. നിഫ്റ്റി 145 ഹൈ പോയിട്ടുണ്ട്. സോ ലെറ്റ് സി ചാർട്ട് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണിക്കുന്നുണ്ടോ എന്ന്. ഇല്ല, കറന്റ്ലി ഓക്കെ, കറന്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡ് പൊക്കോണ്ടിരിക്കുകയാണ്. Okay, let's see Finifty also. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു സാധനം കൂടെ ഉണ്ട്. ഇന്ത്യ വിക്സിന്റെ കറണ്ട് റേഞ്ച് എന്താണെന്നുള്ളത്. ഓക്കെ, ഇന്ത്യ വിക്സ് നിലവിൽ 13.51 നിൽക്കുന്നത്. സോ ദാറ്റ് മീൻസ് മാർക്കറ്റിനകത്ത് ഫർദർ ഒരു വോളറ്റിലിറ്റിക്കുള്ള പോസിബിലിറ്റി ഈസ് റിയലി ഹൈ. മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റീട്രേസ്മെന്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ മിഡ് ക്യാപ് നിഫ്റ്റി നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. മിഡ് ക്യാപ് നിഫ്റ്റി ഓൾറെഡി 1% ഫോൾ ആയി. സോ ലെറ്റ്സ് സി, നിഫ്റ്റി 145 വീണ്ടും വന്നിട്ടുണ്ട്. 147 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 150 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഓക്കെ, നിഫ്റ്റി എടുത്തു. ഓക്കെ, മോർണിംഗ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റിനകത്ത് ചെറിയൊരു റിവേഴ്സൽ വരുന്നുണ്ട്. ലെറ്റ്സ് സി, മിഡ് ക്യാപ് നിഫ്റ്റി ഇപ്പൊ നിലവിൽ എൻട്രി ഒരു പോസിബിലിറ്റി ഉണ്ടോ നോക്കാം. ഓക്കെ, സ്റ്റിൽ നമ്മുടെ വാല്യൂ ഏരിയ ലോയുടെ ബിലോ തന്നെയാണ് മിഡ് ക്യാപ് നിഫ്റ്റി നിൽക്കുന്നത്. സോ ലെറ്റ്സ് സി, UPI ട്രാൻസാക്ഷൻ അൺബ്ലോക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ടഡ് ആണല്ലേ. ഓക്കെ, join live, please join the live. ഓക്കെ, നമുക്ക് 148 വരെ ഹൈ പോയിട്ടുണ്ട്. സോ ജസ്റ്റ് ടു ഓൾമോസ്റ്റ്
നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരെ ഹിറ്റ് ആവാറായിട്ട് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി. സോ ഓക്കെ, എനിക്ക് തോന്നുന്നത് മാർക്കറ്റിനകത്ത് ഇന്ന് അത്യാവശ്യം നല്ല വലിയൊരു മൊമെന്റത്തിന് പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ആവുന്നത്. സോ നമ്മുടെ നിഫ്റ്റി എനിവേസ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിഫ്റ്റി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ ലെറ്റ് മീ അപ്ഡേറ്റ് ദാറ്റ്. സോ സേഫ് ട്രേഡേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ബാക്കിയുള്ളവര് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, പക്ഷെ സ്ട്രിക്ട്ലി സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, ട്രെയിൽ ചെയ്ത് മാത്രം ഹോൾഡ് ചെയ്യുക. സോ അതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, നിഫ്റ്റി അത്യാവശ്യം നല്ലൊരു ഡൗൺ സൈഡിലോട്ട് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടോ, ഇന്ത്യ വിക്സ് റേഞ്ച് സ്റ്റിൽ ഓക്കെ, ഇന്ത്യ വിക്സ് സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു മൂവ് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഫർദർ നല്ലൊരു മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. സോ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ കൃത്യമായിട്ട് SL ട്രെയിൽ ചെയ്യുക. മാർക്കറ്റ് എസ് എ ബിഗിനർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മാർക്കറ്റ്, അതായത് വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റ് കുറച്ച് റിസ്ക് ആണ്. സോ സേഫ് ട്രേഡേഴ്സ് ആണെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെയിലേഴ്സ് ചെയ്തു കൂടി. ഓക്കെ, സോ കറന്റ്ലി പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരൊക്കെ പ്ലീസ് ഗീവ് മി എ തം. കറന്റ്ലി പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരൊക്കെ പ്ലീസ് ഗീവ് മി എ തം. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവര് എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് കമന്റ് ബോക്സ്, സോറി ചാറ്റ് ബോക്സിനകത്ത് ഒന്ന് ഷെയർ ചെയ്യാവോ? ഇന്നത്തെ ദിവസത്തെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്. ഓക്കെ, 500 വിത്തൗട്ട് ചാർജ്. ഓക്കെ, വേറെ 1600. ഓക്കെ, ഗുഡ് ഗുഡ്. ജാനിൽ KV. ഓക്കെ, 624. ഓക്കെ, ഗുഡ്. 1024. നിഫ്റ്റി 759. ഓക്കെ, ഗുഡ് ഗുഡ്, അടിപൊളി. വേറെ സോ എല്ലാവരും അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇനിയിപ്പോ നമുക്ക് നിലവില് ഓക്കെ, ഫിൻനിഫ്റ്റി ആണ് നിലവില് പ്രോപ്പർ ഒരു ഹോൾഡിങ്ങിലുള്ളത്. ഫിൻനിഫ്റ്റി നോക്കുകയാണെങ്കിൽ 403 വരെ നമുക്ക് ഹൈ പോയിട്ടുണ്ടായിരുന്നു മുമ്പ്. ബട്ട് എന്തായാലും നമുക്ക് അത് വെയിറ്റ് ചെയ്യാം. കാരണം ഫിൻനിഫ്റ്റിക്കകത്ത് ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ചാർട്ടിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് കാണുന്നുണ്ട്. സോ നമുക്ക് അത്യാവശ്യം ബെനിഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓൾസോ ബാങ്ക് നിഫ്റ്റിയും മോശമല്ലാത്ത ഒരു ഡൗൺ സൈഡിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ലൈക്ക് ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോകുന്ന സമയത്ത് ഒബിയസ്ലി ലൈക്ക് എന്താണ്, നിഫ്റ്റി ഓൾസോ ഫിൻനിഫ്റ്റി ഓൾസോ ഡ്രാഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്ത് ചെറിയൊരു റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. സോ ലെറ്റ് സി അതിനകത്തൊരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഓൾറെഡി 100 പോയിന്റ് അടുപ്പിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഫിൻനിഫ്റ്റിക്കകത്ത് സ്റ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ബയസ് തന്നെയാണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്തറിയാം. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 393 കാണിക്കുന്നതെങ്കിൽ ഇവിടെ ആസ്ക് ആൻഡ് ബിഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 400 ഒക്കെ പോയിട്ടുണ്ട്. സോ ആ ലിക്വിഡിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രൈസ് അപ്ഡേറ്റ് ആവാത്തത്. ഓക്കെ, എനിവേസ് നോ ഇഷ്യൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും അത്. ഓക്കെ, മീൻവെയിൽ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ സൈഡിലോട്ട് നമുക്കൊരു എൻട്രി കാണിക്കുന്നുണ്ട്.
ഓക്കെ, ഞാനിവിടെ എടുക്കുന്നത് 13,550 പുട്ട് ഓപ്ഷൻ ആണ്. സോ നമ്മുടെ എൻട്രി പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ കറന്റ് നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 10 പോയിന്റ് മൂവ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു 5 പോയിന്റ് 276 എബോ ആണ് നമുക്ക് എൻട്രി ഉള്ളത്. സോ ഇതിന്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ റീവിസിറ്റ് ചെയ്യുക. ഇന്ന് ഈവനിങ് ഇതിന്റെയും ഇന്നലത്തെയും ക്ലാസ്സിന്റെ റെക്കോർഡ് സെഷൻ ഒരുമിച്ച് ഷെയർ ചെയ്യുന്നതാണ്. Okay, let's see. സോ കാൽക്കുലേഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. പക്ഷെ നമ്മുടെ മാർക്കറ്റിന്റെ ഒരു POV വരുന്ന സമയത്ത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. സോ ഒബിയസ്ലി എല്ലാവരും ആ കാൽക്കുലേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 2000 പ്രോഫിറ്റ് പറഞ്ഞാൽ ഓക്കെ 1600. ഓക്കെ 1175, 1024, ഓക്കെ 1616 പോയിന്റ്. ഓക്കെ, നിഫ്റ്റി 2038, 1004. ഓക്കെ, കൂടുതൽ ലോട്ട് എടുക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് റിസ്ക് മാനേജ്മെന്റ് അവിടെ പ്രോപ്പർ ആവില്ല. നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഓക്കെ, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഒബിയസ്ലി നമുക്ക് എന്താണ് കൂടുതൽ ലോട്ട് എടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ക്യാപിറ്റൽ കുറവാണെന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് എഫക്റ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബി കോഷ്യസ്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞ് മാത്രം ചെയ്യുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അതിപ്പോ എന്തായാലും ഹെവൻ ഓഫ് സി ബ്രോ, പേഴ്സണലി ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം നമുക്ക് ഒരു 25,000 to 30,000 ക്യാപിറ്റൽ മതി സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ എത്രത്തോളം കൂടുതൽ ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. പ്ലസ് നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് ബാക്കി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനും പറ്റും. സോ നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് റിസ്ക് അപ്പറ്റേറ്റിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് കുറച്ചു നേരം ഇനി ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ഒരു മൊമെന്റം കഴിഞ്ഞിട്ട് പിന്നീട് വലിയ ഹാപ്പനിങ് ഒന്നും മാർക്കറ്റിനകത്ത് ഇപ്പോ അസോഫ്നും വരുന്നില്ല. മേ ബി ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫർദർ ഒരു മൂവ്. നമുക്ക് എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. ഒബിയസ്ലി മാർക്കറ്റ് ആണ്. നിഫ്റ്റി വീണ്ടും ഫർദർ നല്ല ഡൗൺ സൈഡിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ എൻട്രി ഓൾമോസ്റ്റ് നമ്മുടെ പ്രൈസിനടുത്ത് വന്നിട്ടുണ്ട്. 775.60 നിലനിൽക്കുന്നത്. 776 നമ്മുടെ എൻട്രി. സോ ലെറ്റ്സ് സീ. ഓക്കെ, നമ്മുടെ മിഡ് ക്യാപ്പിന്റെ എൻട്രിയും ട്രിഗർ ആയിട്ടുണ്ട്. സോ അപ്ഡേറ്റ് ദാറ്റ്.
270. ഓക്കെ 200. ഓക്കെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും ഹിറ്റായി. അടിപൊളി. ഓക്കെ സോ അപ്പൊ ഇന്നത്തെ ദിവസം എടുത്ത എല്ലാ എൻട്രിയും ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി. സോ സേഫ് ട്രേഡേഴ്സ് കൃത്യമായിട്ട് എന്റെ ഇൻസ്ട്രക്ഷൻസ് വെച്ച് ഫോളോ ചെയ്യുന്നവർക്ക് എങ്ങനെ പോയാലും ഒരു 2500 റുപ്പീസ് അടുപ്പിച്ച് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് എന്റെ എക്സ്പെക്ടേഷൻ. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ സോ നമ്മളിപ്പോ ഇന്നിപ്പോ എടുത്തതില് ഫിൻനിഫ്റ്റി മാത്രമാണ് വലിയ മൊമെന്റോ ഒന്നും ഇല്ലാതെ നിൽക്കുന്നത്. ആക്ച്വലി മൊമെന്റോ ഉണ്ട്, ബട്ട് ഈ പറഞ്ഞതുപോലെ ലിക്വിഡിറ്റിയുടെ ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് മാർക്കറ്റിനകത്ത് ആ ഒരു മൊമെന്റം സഡൻ ആയിട്ട് റിഫ്ലക്റ്റ് ആവുന്നില്ല. സോ ലെറ്റ്സ് സീ. ഓക്കെ നമ്മുടെ ഫിൻനിഫ്റ്റിയും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ yeah. Okay. ഓക്കെ ഫിൻനിഫ്റ്റി ഓൾസോ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. സോ ഇറ്റ്സ് ഗുഡ്. നിഫ്റ്റി എങ്ങോട്ടേക്കായി പോകുന്നത്? ഓക്കെ നിഫ്റ്റി നിലവില് ലെറ്റ്സ് സീ. അത്യാവശ്യം നല്ലൊരു ഡൗണിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 25,250 വരെ ഇന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഇൻട്രാഡേയില്. ലെറ്റ്സ് സീ. ഇന്ത്യ വിക്സ് ഓൾസോ സ്റ്റിൽ ഹയർ സൈഡിൽ തന്നെയാണ്. ഓക്കെ ബാങ്ക് നിഫ്റ്റി ഓൾസോ അത്യാവശ്യം നല്ല നെഗറ്റീവ് ബയസിലോട്ട് പോകുന്നുണ്ട്. സോ ഈ ലൈക്ക് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടുക എന്നുള്ളതാണ് ലൈക്ക് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഇപ്പോ എസ്റ്റർഡേ ഒക്കെ ഉള്ള ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ല വോളറ്റൈലായിരുന്നു രണ്ട് സൈഡിലും. നമ്മൾ ഇന്നലെ മോർണിംഗ് എടുത്ത കോൾ ഓപ്ഷൻ സൈഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം പുട്ട് ഓപ്ഷൻ സൈഡിലും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ദിവസം. എനിക്ക് തോന്നുന്നത് ഇന്നും ആ ഒരു മൊമെന്റത്തിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ സോ മേ ബി പറയാൻ പറ്റില്ല. ഓക്കെ നിഫ്റ്റി ഒക്കെ സിംഗിൾ സൈഡ് നല്ല മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു ഇതുവരെയുള്ള ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിവിടെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് ക്യാൻഡിലാണ്. അപ്പൊ 30 മിനിറ്റ്സ് ക്യാൻഡിലിന്റെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓരോ ക്യാൻഡിലും എൻഡ് ആവുന്നത് ലൈക്ക് പ്രീവിയസ് ക്യാൻഡിലിന്റെ ക്ലോസ് ബ്രേക്ക് ചെയ്തിട്ടാണ്. സോ ദാറ്റ് മീൻസ് ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഒബിയസ്ലി ഇപ്പോ ഇൻ കേസ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ആരും ലോസിലാവാൻ ചാൻസ് ഇല്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള മൊമെന്റം നമുക്കുള്ളത് തന്നിട്ടുണ്ട്. സോ ബാക്കി ഹോൾഡ് ചെയ്യുന്നവർ അതിന്റെ റിസ്ക് മനസ്സിലാക്കി SL ട്രെയിൽ ചെയ്ത് മാത്രം ഹോൾഡ് ചെയ്യാം. ഓക്കെ നിഫ്റ്റി ഒരു 20 പോയിന്റ്സ് കൂടെ. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ ഓക്കെ ടോട്ടൽ 36 പോയിന്റ്സ്. സോ ഗുഡ്, അടിപൊളി.
നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 168 വരെ ഹൈ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് 180 അതായത് ഒരു 10-12 പോയിന്റ് കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആവും. 170 ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ട് പോകും. എനിക്ക് തോന്നുന്നത് ബാങ്ക് നിഫ്റ്റി വാച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ബാക്കി എല്ലാ സെക്ടേഴ്സും അത്യാവശ്യം ഡൗൺ സൈഡ് പൊക്കൊണ്ടേ ഇരിക്കുവാണ്. ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ചെറിയൊരു റിട്രേസ്മെന്റ്. മേ ബി അത് ലൈക്ക് ഒരു സെല്ലിംഗ്, അത്യാവശ്യം ഒരു സെല്ലിംഗ് നടന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. എന്തായാലും നോക്കാം നമുക്ക് ഫർദർ എങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു എന്നുള്ളത്. നിഫ്റ്റി 174 പോയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 180. ഓക്കെ, നിഫ്റ്റി എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റായി. സെക്കൻഡ് ടാർഗറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. So let me just update that. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ട് മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി തിരിച്ച് റിവേഴ്സ് ആവുന്നുണ്ട്. സോ അതിന്റെ കൂടെ തന്നെ നിഫ്റ്റിയും റിവേഴ്സ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. ഇല്ല, റിസ്ക് എടുക്കാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ SL ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവുക. സോ എനിവേസ് എല്ലാ ഇൻഡെക്സുകൾക്കകത്തും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിക്കകത്തായാലും ഫിൻ നിഫ്റ്റിക്കകത്തായാലും മിഡ് ക്യാപ് നിഫ്റ്റിക്കകത്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിവേഴ്സൽ വന്നിട്ടുണ്ട്. സോ ഇനി മാർക്കറ്റിന്റെ മൊമെന്റം ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഫോർദർ എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളതാണ്. സോ എല്ലാവരും ലൈക്ക് എൻട്രീസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, അതായത് റിസ്ക് എടുത്ത് എൻട്രിക്ക് ഫർദർ ടാർഗറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും ബാങ്ക് നിഫ്റ്റിയുടെ മൊമെന്റം വാച്ച് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഡിസൈഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ഫർദർ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, രാഹുൽ ശ്രീ ബ്രോ, ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായില്ല. ഓഫീസ് കസ്റ്റമറിന്റെ ഇപ്പോൾ ലീവ് ഉണ്ടാവും ബ്രോ, ഉണ്ടാവും. റെക്കോർഡ് സെഷൻ ഉണ്ടാവും. ബാങ്ക് നിഫ്റ്റി ഫർദർ നെഗറ്റീവ് സൈഡിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗണിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. യെസ്,
ബ്രോ പ്രീവിയസ് റെക്കോർഡിംഗ് ബ്രോ ഷെയർ ചെയ്യും ആക്ച്വലി ലൈക്ക് ഈ സെഷനും പ്രീവിയസ് സെഷനും ഒരുമിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് ഈവനിങ് രണ്ടും ഷെയർ ചെയ്യും. മറ്റേത് ഇന്നലത്തത് ഓൾറെഡി റെക്കോർഡ് സെഷൻ ആയിട്ടുണ്ട്, ബട്ട് ഇതുകൂടെ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എല്ലാവർക്കും ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആയ പ്ലീസ് ഗീവ് മി എ തം. ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആയ പ്ലീസ് ഗീവ് മി എ തം. ഓക്കെ ഓക്കെ, ഇന്നത്തെ ദിവസം ഓവറോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളതൊന്ന് ഇതിനകത്ത് ഷെയർ ചെയ്യാവോ? ചാറ്റ് ബോക്സിനകത്ത് ഷെയർ ചെയ്യാവോ? എല്ലാവരും ഇന്നത്തെ ദിവസം എല്ലാവരും നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഓവറോൾ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് ചാറ്റ് ബോക്സിനകത്ത് ഷെയർ ചെയ്യാവോ? ഓക്കെ, 2600. ഓക്കെ, 2200. ഗുഡ്. ഓക്കെ, 2940. ഓ, അടിപൊളി. ഓക്കെ, 3850. ഓ, നൈസ്. ലൈവിലുള്ള എല്ലാവരും ഷെയർ ചെയ്യൂ. അറൗണ്ട് 100 അടുപ്പിച്ച ആൾക്കാർ ലൈവിലുണ്ടല്ലോ. എല്ലാവരും അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്തെ. ഓക്കെ, 3110. ഓ, ഗുഡ്, അടിപൊളി. നിഫ്റ്റി മാത്രമേ എടുത്തുള്ളൂ 500. നോ ഇഷ്യൂ. ഓക്കെ, 2K. ഗുഡ്. 1300. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ അത്യാവശ്യം മോശമല്ലാത്ത പ്രോഫിറ്റ് എല്ലാവരും ഇന്നത്തെ ദിവസം ജനറേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ലൈക്ക് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ആ ഒരു മൊമെന്റം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. സോ ഫർദർ ഒരു ട്രെൻഡ് റിവേഴ്സലോ അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ഒക്കെ ആവാനാണ് ഇന്നത്തെ ദിവസം സാധ്യതയെന്ന് തോന്നുന്നു. എനിവേസ് നമ്മളത് കൺസേൺ ആകുന്ന കാര്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ എൻട്രി എടുത്ത് അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് മാത്രമല്ല പ്രീവിയസ് സെഷൻസിനെയും ലൈക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, അത് ഞാൻ ക്ലിയർ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല, വേറെ ഒന്നും സംസാരിക്കാനില്ല എങ്കിൽ വൈൻഡ് അപ്പ് ദ സെഷൻ. കാരണം ഇന്നിപ്പോ മാർക്കറ്റിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഓൺലി നിഫ്റ്റി 1625. ഓക്കെ, ഗുഡ്. 1300 നിഫ്റ്റി മാത്രം. അടിപൊളി. ഓക്കെ, സോ നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ചാറ്റ് ബോക്സിനകത്ത്. നിബിൻ, TPSL എങ്ങനെയാ എടുക്കുന്നത്? അശ്വിൻ ബ്രോ, യെസ്റ്റർഡേ സെഷനകത്ത് നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ സെഷൻ ഞാൻ ഇന്ന് ഷെയർ ചെയ്യും ഈവനിങ്. അതും ഇന്നത്തെ ഈ ഒരു സെഷനും കൂടെ ഷെയർ ചെയ്യും. സോ കൈൻഡ്ലി വാച്ച് ദാറ്റ് സെഷൻ. അതിനുശേഷം എന്നെ ഒന്ന് കണക്ട് ചെയ്യും. നന്ദിയുണ്ട് ആശാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വാട്ട് അബൌട്ട് സെൻസെക്സ് ബ്രോ? ഞാൻ ആക്ച്വലി സെൻസെക്സ് ഫോക്കസ് ചെയ്യാറില്ല. നിഫ്റ്റി 1350 കിട്ടി. ഓ, ഗുഡ്, അടിപൊളി. ഷുവർ ബ്രോ.
ഓക്കെ, പ്രോഫിറ്റ് കുറവാണ്. മതി ബ്രോ, മതി. ഞാൻ എൻ്റെ നമ്പർ ആക്ച്വലി ഇതിനകത്ത് ഷെയർ ചെയ്യാം. കുറച്ച് പേരെല്ലാം എൻ്റെ നമ്പർ ഓൾറെഡി ഉണ്ടാവും. സോ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചാറ്റ് ബോക്സിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഡൗട്ട്സ് ചോദിക്കാനുള്ളവർ എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്യുക. ഇനിഷ്യലി കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. അശ്വിൻ ബ്രോ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടേ. ഓക്കെ, ഓക്കെ. ഫർദർ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് അത്യാവശ്യം റിവേഴ്സ് ആയിട്ട് എല്ലാ എൻട്രീസും നമ്മുടെ എൻട്രി പോയിന്റ് അടുപ്പിച്ചൊക്കെ പോയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു റിവേഴ്സിൽ ഇന്നലത്തെ പോലെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മാർക്കറ്റ്. സോ ആ ഒരു ട്രെൻഡാണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് ചോദിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ജാനൽ കെ ഇല്ല ബ്രോ, ഇന്ന് വേറെ എൻട്രി നോക്കുന്നില്ല. ഓക്കെ, കൂട്ടിക്കെട്ടട്ടെ. അതാണ് നമ്മൾ അത്യാവശ്യം മോശമല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്തല്ലോ. സോ ഇനി ജസ്റ്റ് വൈൻഡ് അപ്പ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഈ ആഴ്ച അത്യാവശ്യം നല്ല മൊമെന്റം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും മാർക്കറ്റ്. സോ പ്രോപ്പറായിട്ട് ഓപ്പർച്യൂണിറ്റീസ് എടുത്തവർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റും ആയിരിക്കും ഈ ഒരു വീക്ക്. എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ നമുക്ക് ലൈവില് എടുത്ത ട്രേഡ്സ് അറൗണ്ട് ലൈക്ക് റിസ്ക് എടുത്ത് ഹോൾഡ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. സേഫ് ട്രേഡേഴ്സ് ഒബ്വിയസ്ലി പ്രോഫിറ്റിലാണ്. ബട്ട് റിസ്ക് എടുത്ത് ഹോൾഡ് ചെയ്യുന്നവർക്കും ഇന്നലേക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആയിരുന്നു. നമ്മ ഉറങ്ങാൻ പോവുക, ലൈവ് അടിപൊളി. ഓക്കെ, ആക്ച്വലി അതൊരു അടിപൊളി സ്ട്രാറ്റജിയാണ്. നമ്മൾ രാവിലെ വരിക, അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, പിന്നെ മിണ്ടാതിരിക്കുക. ആക്ച്വലി ഈ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർ ഓവറോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. മാർച്ച് എന്താ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി മാർച്ച് കുറച്ച് ഈവന്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സോ നമുക്ക് നോക്കാം ബ്രോ. ഞാൻ ആക്ച്വലി ഒന്നും പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അന്നത്തെ ദിവസം മാർക്കറ്റ് എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് മാത്രമാണ് എന്റെ പ്രൈമറിലി ഞാൻ അത് മാത്രമാണ് നോക്കുന്നത്. അപ്പോ മാർച്ചിലെ അവസ്ഥ മാർച്ചിൽ നോക്കാം. നെക്സ്റ്റ് ലൈവ് മാർച്ച് ലാസ്റ്റ് വീക്ക് ആയിരിക്കും. അതിന്റെ കറക്റ്റ് അപ്ഡേഷൻസ് നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ തന്നെ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വരും. കുറച്ചായിട്ട് അങ്ങനെ. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്ന ആൾക്കാർ പ്ലീസ് ഗിവ് മി എ തം. ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾ ഈ ടൈം സ്പെൻഡ് ചെയ്തതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നവർ പ്ലീസ് ഗിവ് മി എ തം. ഓക്കെ, ഓക്കെ, അടിപൊളി അടിപൊളി. കുറെ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. സെഷൻ മോർണിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ പിന്നെ വിട്ട് കളയുകയാണ്. ഓക്കെ, അടിപൊളി. ശരിയാ. ഇപ്പൊ ഞാനായാലും അത്യാവശ്യം മോശമല്ലാത്തൊരു പ്രോഫിറ്റ് മോർണിംഗ് ഉണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് കാണിക്കാറില്ല. കാരണം നമ്മള് പിന്നീട് ലൈക്ക് ആവശ്യമല്ലാതെ എൻ്റർ ആവുന്ന സമയത്ത് ലൈക്ക് ഓവർ ട്രേഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് റിക്കവർ ചെയ്യാനായിട്ട് ലോസിലേക്ക് കൊണ്ടെത്തിക്കും. സോ അതിന്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമ്മൾ മോർണിംഗ് ജനറേറ്റ് ചെയ്തു.
എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, 1900 രൂപ. അടിപൊളി അടിപൊളി. ഓക്കെ, നെക്സോ ഫുട്വെയർ. ഓക്കെ, 3850. അടിപൊളിയായില്ലേ? പിന്നെ അടിപൊളി. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബൈ ഓൺലി ഫ്രം നിഫ്റ്റി. ഓ ഗ്രേറ്റ്. ഓക്കെ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു മുമ്പ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാത്ത. അപ്പൊ അവരൊക്കെ ഡോണ്ട് വെറി, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് ലൈവ് സെഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ലൈക്ക് ഇതുവരെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്ത. അപ്പൊ അവരും മാക്സിമം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതിനകത്ത് കുറെ ആൾക്കാർ വന്നിട്ട് ലൈക്ക് ഒരു പർട്ടിക്കുലർ സാധനം മാത്രം പറഞ്ഞു തരാവോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ബട്ട് അതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മൾ ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 2 hours എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ആയാലും അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആയാലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ അപ്പൊ പോലും കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ക്ലാസ് കാണാതെ ഇത് വർക്കൗട്ട് ആക്കി എടുക്കുക എന്നുള്ളത് കുറച്ചല്ല, നിയർ ഇമ്പോസിബിൾ ആണ്. സോ ഒബിയസ്ലി എല്ലാവരും ക്ലാസ്സസ് കാണുക. ഇൻ കേസ് ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്, അതെല്ലാം കാണുക. സച്ചിൻ ബ്രോ, ആക്ച്വലി ഗോ ചാർട്ടിങ്ങിന്റെ ലിങ്ക് ഞാൻ ഇന്നലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിനകത്ത്. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ നമ്മുടെ ഈ ചാറ്റിൽ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം. അത് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. ഓക്കെ, യെസ്, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, ഞാനിത് ഒന്നുകൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്ത് വെച്ചോ എവിടെയെങ്കിലും. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സസ് ഒന്ന് കാണാൻ ശ്രമിക്കുക, കാണാത്ത ആൾക്കാര്. അപ്പോ ആക്ച്വലി ബിഫോർ വി വൈൻഡ് അപ്പ്, എനിക്ക് എല്ലാവരോടും കൂടെ ഒരു പേഴ്സണൽ ഫേവർ ചോദിക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോ ഒബിയസ്ലി നിങ്ങൾ ഈ ക്ലാസ്സിനകത്ത് അറ്റൻഡ് ചെയ്തതിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ ബിഗിനേഴ്സ് ഉണ്ടാവും, ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വേണം. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഫീഡ്ബാക്ക്, അതിപ്പോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ശരി, നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഫർദർ നമ്മുടെ സർവീസസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പുകൾക്കകത്തും അതുപോലെ തന്നെ ഈ ചാറ്റിനകത്തും നമ്മുടെ റേറ്റിംഗ്, അത് ഗൂഗിൾ റിവ്യൂ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എഗൈൻ പറയുന്നു, നിങ്ങൾ 5 സ്റ്റാർ റിവ്യൂ തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ 1 സ്റ്റാർ ഇട്ടാൽ മതി. ബട്ട് ഇടുമ്പോ 5 സ്റ്റാർ ഇടുക അല്ലെങ്കിൽ 1 സ്റ്റാർ ഇടുക, ഏതായാലും നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു റേറ്റിംഗ് നമുക്ക് തന്നത് എന്നുള്ളത് കൂടെ മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളിപ്പോ ലൈക്ക് 1 സ്റ്റാർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതേ സമയത്ത് നിങ്ങൾ ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിലൊക്കെ കുറച്ച് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. സോ നിങ്ങൾ റിവ്യൂ ഇടുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കുക. പ്ലസ് ഇപ്പൊ ഈവൻ 5 സ്റ്റാർ ഇട്ടാൽ പോലും ആ കാര്യം ശ്രദ്ധിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോ നിങ്ങളെ പോലെ തന്നെ പഠിക്കാൻ വരുന്ന ആൾക്കാർ ആ റിവ്യൂസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും ഒബിയസ്ലി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒബിയസ്ലി പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ റിവ്യൂസ് കാണുന്ന സമയത്ത് ഓക്കെ, നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ കറന്റ്ലി ലിങ്ക്, നമ്മുടെ റിവ്യൂ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്തും അതുപോലെ തന്നെ ഡിസ്കോഡിനകത്തും നമ്മുടെ ഈ ഒരു ചാറ്റ് ബോക്സിനകത്തും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് റേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ അഗൈൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ 5 സ്റ്റാർ റിവ്യൂ തന്നെ തരണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്താണോ ക്ലാസ്സിനെ കുറിച്ച്, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് പറഞ്ഞാൽ മതി, നോ ഇഷ്യൂ. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് മീ ജസ്റ്റ് ഷെയർ ടു
നമ്മുടെ എല്ലാ ഗ്രൂപ്പുകൾക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിനകത്തും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്താണ്? മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുക, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക, ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് റിവ്യൂ ഇടുക. സോ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഫർദർ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ക്ലാസ്സസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. കൺഫ്യൂഷൻസ് ഉള്ളത് ലൈക്ക് എന്നെ കണക്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി എന്റെ നമ്പർ നമ്മുടെ ചാറ്റ് ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നമ്പേഴ്സ് തരുന്നതായിരിക്കും. സോ അത് യൂസ് ചെയ്തിട്ട് എന്നെ കണക്ട് ചെയ്യുക, എന്നെ വാട്സാപ്പിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സംസാരിക്കാം, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. സോ ഓക്കെ, ഓപ്ഷൻ മാത്രം വേണ്ട ഇടയ്ക്ക് സ്റ്റോക്ക്. ബ്രോ ആക്ച്വലി ഇൻട്രാഡേ സ്റ്റോക്സ് ഞാൻ അധികം പ്രിഫർ ചെയ്യാത്തത് തന്നെയാണ്. ബട്ട് സ്വിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നു മുന്നേ. പക്ഷെ ഇപ്പോ മാർക്കറ്റ് കുറച്ച് ഒരു മൊമെന്റം, ഒരു സുഖമില്ലാത്തത് കൊണ്ടാണ് ശരിക്കും ലൈക്ക് ഈ സ്വിംഗ് ഇടാത്തത്. ബട്ട് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. സ്വിംഗിന്റെ എന്തായാലും നോക്കുന്നുണ്ട്. ഷുവർ ബ്രോ, റെക്കോർഡിംഗ് ആണ്. നമ്മൾ ഓൾറെഡി സെഷൻ റെക്കോർഡിംഗ് ആണ്. നിങ്ങൾക്ക് ലൈക്ക് ആ പാനലിൽ കാണാൻ പറ്റുമല്ലോ സെഷൻ റെക്കോർഡിംഗ് ആണെന്ന്. ഒബിയസ്ലി റെക്കോർഡിംഗ് ആണ്. ലൈക്ക് അത് ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റിന് മുമ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പുകൾക്കകത്ത് ഡിസ്കോഡിനകത്തൊക്കെ അപ്ഡേറ്റ് ചെയ്യും. ട്രേഡ് എടുക്കാമെന്ന് ഒരു ക്ലാസ് ബ്രോ, ട്രേഡ് എടുക്കുന്നത് ആക്ച്വലി ഇന്നലത്തെ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ലൈവ് മാർക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്, ലൈക്ക് എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്നത്, ടാർഗറ്റ് വെക്കുന്നത്, SL വെക്കുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വെറി, അതിന്റെ റെക്കോർഡ് സെഷൻ ഉണ്ടാവും. അത് മാത്രമല്ല നെക്സ്റ്റ് മന്ത് നമ്മൾ സെയിം സെഷൻ റിപ്പീറ്റ് ചെയ്യും, ലാസ്റ്റ് വീക്ക് ലൈവ് തന്നെ. അപ്പൊ ആ ലൈവിനകത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സോ എന്തായാലും വെയിറ്റ് ചെയ്യുക. പ്ലസ് ഈ റെക്കോർഡ് സെഷൻ ആണ് ബ്രോ ഇപ്പൊ ഇനിഷ്യലി കാണുന്നതെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം, നമുക്ക് ക്ലിയർ ചെയ്യാം. നോ ഇഷ്യൂ. സ്റ്റോക്കിന്റെ ഒരു ലൈവ് തരുമോ ബ്രോ? സ്റ്റോക്കിന്റെ ലൈവ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ലൈവ് കാണിക്കാനാണോ? ഗോചാർട്ട് ഓപ്പൺ ആക്കുന്നതിന്റെ വീഡിയോ ബ്രോ, ഗോചാർട്ടിങ് ഓപ്പൺ ആക്കുന്നതിന്റെ വീഡിയോ ആയിട്ട് എന്റെ കയ്യിൽ ഇല്ല കറന്റ്ലി. ഇല്ല. ബട്ട് ഞാൻ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഒരു സെഷനകത്ത് ഇതിന്റെ ഒരു ഫുൾ സെറ്റപ്പ് ലൈവ് നോക്കാം. UAE നിന്ന് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ UAE നിന്ന് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂ? ഓക്കെ ബ്രോ, UAE നിന്ന് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും, NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ NRI അല്ലെ NRO അക്കൗണ്ട്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഫ്യൂച്ചേഴ്സും അതിനകത്ത് അവൈലബിൾ ആയിരിക്കില്ല. എസ്പെഷ്യലി ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്തത്, നിങ്ങൾ ഒരു NRI ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ പേരിലോ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ ആരെങ്കിലും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ പേരിലോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം NRI അക്കൗണ്ട് ആണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. സോ അത് നോക്കിയിട്ട് പ്ലാൻ ചെയ്യൂ നിങ്ങളുടെ എങ്ങനെയാണെന്നുള്ളത്. ഗോകുൽ ഗോപി സ്റ്റോക്ക് ബ്രോ ഷുവർ, നമുക്ക് അതൊരെണ്ണം പ്ലാൻ ചെയ്യാം. ബ്രോ, ഗോചാർട്ടിങ്ങിന്റെ പേയ്മെന്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി 1700 സംതിങ് ആണ് വരുന്നത്. ബട്ട് നമുക്കൊരു 7 days ട്രയൽ ഉണ്ട്. അതിന്റെ ലിങ്കാണ് ഞാൻ മുകളിൽ ഷെയർ ചെയ്തത്. അപ്പൊ ആ ട്രയൽ എടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പക്ക ആയതിനു ശേഷം ലൈക്ക് പേയ്മെന്റിലോട്ട് പോയാൽ മതി. ബട്ട് ഞാൻ അഗൈൻ പറയുന്നു, നിങ്ങൾ ആ ഒരു പേയ്മെന്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത് വർത്താണ് ആ ഒരു ലൈക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത്. നമ്മളിപ്പോ നോർമൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ മാർക്കറ്റിനകത്തുള്ള ഡേറ്റ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒബിയസ്ലി ഒരു അപ്പർ ഹാൻഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ റിവ്യൂ ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്, എല്ലാവരും ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഒരു ക്ലാസ്സിനകത്ത് അറ്റൻഡ് ചെയ്തതിൽ ഐ എം വെരി വെരി ബിഗ് താങ്ക് യു. സോ സീ യു സൂൺ ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ.